ഞാൻ എന്ത് കർത്താന്ന് താൻ പറഞ്ഞു? ഇടിയൻ കർത്ത ഒരു വെയിറ്റ് ഇരിക്കട്ടെ എന്ന് കരുതി സാർ. അനാവശ്യമായ വിശേഷണങ്ങൾ ചേർത്ത് ആളുകളെ പരിചയപ്പെടുത്തിയാൽ നേരിൽ കാണുമ്പോൾ ജനങ്ങളുടെ ഇംപ്രഷൻ പോകും. അതല്ലെങ്കിലും പോകും സാർ. അത് ഞാൻ എന്റെ കോട്ട് കൊണ്ട് കവർ ചെയ്യും. താൻ എന്ത് ചെയ്യും? ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെ? വളരെ ഓക്കെയാണ് സാർ. സാറിന് ഇരിക്കാനുള്ള അന്തരീക്ഷം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. പീപ്പിൾ ലാക്കിംഗ് ഇന്റലിജൻസ് ഓർ മസിൽ പവർ. എല്ലാവരും കേട്ടല്ലോ. അതിന്റെ മീനിങ് പിന്നീട് എനിക്ക് പറഞ്ഞു തരാം സാർ. ഓക്കെ, കം ഓൺ. കമിങ് സാർ. പണ്ട് ഞാനൊരു ജർമ്മൻ ഷെപ്പേർഡ് പട്ടിയെ വളർത്തിയിരുന്നു. മെരുങ്ങാൻ സമയമായിട്ട് മെരുങ്ങാതെ അതൊരു ദിവസം എന്റെ നേരെ കുരച്ചു ചാടി. ഞാനൊരു പിസ്റ്റൾ എടുത്ത് ഡിഷിം ഡിഷിം ഡിഷിം. മെരുക്കാൻ ശ്രമിച്ചിട്ടും മെരുങ്ങാത്തവർക്ക് എന്റെ ഈ ജീവിതകഥ ഒരു പാഠമായിരിക്കട്ടെ. സാർ ഇവിടെയെങ്കിലും വേറൊരു കഥ പറയുമെന്ന് വിചാരിച്ചു. പ്രൊസീജിയർ കോഡ് ഡിമാൻഡ്സ് വിമൻ പോലീസ് പാർട്ടിസിപ്പേഷൻ. ദുർഗ 98 കിലോ തൂക്കവും 8.5 കുതിരശക്തിയുമുള്ള ഞങ്ങളുടെ സർക്കിളിലെ ഏക വനിതാ കോൺസ്റ്റബിൾ. നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് ഈ വസ്തു മതിയാവോ? പ്ലീസ് മാറിക്ക്. ഗുഡ് മോർണിംഗ് കമ്മീഷണർ. ഞാൻ ഫാദർ കച്ചറത്തറ. എത്രത്തറയല്ല, കച്ചറത്തറ മൈ ഫാമിലി നെയിം. പിന്നെ ഇവരിവിടുത്തെ മേട്രനാണ് മേരി പയസ്. വളരെ സ്ട്രേഞ്ച് നെയിം ഇല്ലേ സാർ? മേരി പൈൽസ്. പയൽസ് അല്ല, പയസ് ഹസ്ബൻഡ് ആണ്. ആയിക്കോട്ടെ മിസ്സസ് മേരി പയസ്. അതായത് നമുക്ക് ഈ ഹോസ്റ്റൽ ഒന്ന് സെർച്ച് ചെയ്യണം. ആരാണ് ലേഖയും ജൂലിയും? ഞാനാ സാർ ലേഖ. ജൂലി എവിടെ? ഞാനാണ് സാർ ജൂലി. ലേഖയും ജൂലിയും എന്റെ കൂടെ വരണം. നിങ്ങളുടെ മുറി ഒന്ന് കാണണം. ഓക്കെ സാർ. വിഘ്നേശ്വർ, എല്ലാ റൂംസും വിശദമായി സെർച്ച് ചെയ്യണം. ഓക്കെ, വരൂ. പോലീസ് ഫോഴ്സ് ഇവിടെ തന്നെ നിന്നാ മതി. ഈ പെൺകുട്ടികളെ പുറത്തേക്കോ അകത്തേക്കോ വിടരുത്. മേട്രൻ, യു കം വിത്ത് മീ. രണ്ടാളുടെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല സാർ. ഇങ്ങനൊരു അനുഭവം ഇത് ആദ്യമായിട്ടാ. അതുകൊണ്ടാ സത്യത്തിൽ പേടിച്ചു പോയി സാർ. ഓഹോ, എന്നെ കണ്ടിട്ടാണ് ഒട്ടും പേടിക്കണ്ട. സ്നേഹിക്കാൻ കൂടി അറിയാവുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. A heart full of love. നിങ്ങളിൽ ആരുടെ ലവറാണ് രമേശ്? പേടിക്കണ്ട. ലവ് എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു പ്ലസന്റ് ഫീൽ ആണ്. അതിന് പ്രായഭേദമില്ല. ഐ ലൈക്ക് ഇറ്റ്. രമേശ് ഞങ്ങളുടെ ലവറൊന്നും അല്ല സാർ. ഈസ് എ ബെസ്റ്റ് ഫ്രണ്ട്. അത്രയുള്ളൂ സാർ. യുവർ ബോയ് ഫ്രണ്ട്? യെസ് സാർ. എന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ടായി കണക്കാക്കാം. ഞാൻ ഇപ്പോഴും ഒരു യങ് മനസ്സുള്ള സ്റ്റുഡന്റിനെ പോലെയാ. സ്റ്റിൽ ഐ ആം എ ബാച്ചലർ ബോയ്, യു നോ. ഈ രമേശിന് ആരൊക്കെയുണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ തോന്നുന്നു. നന്ദിനി പ്രസാദ് അല്ലേ? അതെ സാർ. അവരെ അറിയോ? അറിയാം സാർ. അതർ റിലേറ്റീവ്സ്? അറിയില്ല സാർ. ഇതിലാണ് സാർ. ഓ, താങ്ക് യു. ഈ ഹോസ്റ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോലീസുകാർ കയറി ഇറങ്ങുന്നത്. പോലീസുകാർ കയറി ഇറങ്ങുന്നത് ഒരു ഹോസ്റ്റലിന്റെ ഐശ്വര്യമാണ് മിസ്സസ് മേരി പൈൽ. എല്ലായിടവും നല്ലതുപോലെ അരിച്ചു പറക്കിക്കോണം. ഒരാളെ ഒന്നുമല്ല, 5-8 ആളുകളെ ഒളിപ്പിച്ച് താമസിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അല്ലേ? നോ സാർ, മേരി മാഡം ഭയങ്കര സ്ട്രിക്റ്റാ. അല്ലെങ്കിൽ ഒളിപ്പിച്ചേ അല്ലേ? സാർ ഇതാണ് റൂം. ഓഹോ, എന്താ സാർ ഇവിടെ ഒരു പുരുഷഗന്ധം? ഇവിടെ തീർച്ചയായും ഒരു പുരുഷന്റെ ഗന്ധമുണ്ട്. അത് സാറ് പുരുഷനാണല്ലോ. അല്ലല്ല. അയ്യോ അല്ലേ സാർ. അതല്ല, ഞാൻ മറ്റൊരു പുരുഷന്റെ ഗന്ധം എന്നാണ് ഉദ്ദേശിച്ചത്. സാറിന് തോന്നുന്നതായിരിക്കും. തോന്നുന്നോണ്ടാണല്ലോ ചോദിക്കുന്നത്. ഇല്ല സാർ, സാറല്ലാതെ മറ്റൊരു പുരുഷൻ ഇവിടെ വന്നിട്ടേ ഇല്ല. ഞങ്ങളുടെ കസിൻസ് വന്നാൽ പോലും താഴത്തെ ഗസ്റ്റ് റൂം വിട്ട് മുകളിലേക്ക് വരാൻ മേരിമേടെ സമ്മതിക്കില്ല സാർ. ഈ റൂം വളരെ സ്പേഷ്യസ് ആണല്ലോ. ഹോസ്റ്റലിലെ എല്ലാ റൂംസും ഇതുപോലെയാണോ? അല്ല സാർ, ഇത് മുത്തച്ഛനും മാനേജ്മെന്റുമായിട്ടുള്ള ധാരണയില് സ്പെഷ്യൽ ആയിട്ട് കിട്ടിയതാ. ആരുടെ മുത്തച്ഛൻ? ലേഖ ലീഡർ കെയറിന്റെ പേരക്കുട്ടിയാണ് സാർ. പിന്നെ ഇവളുടെ ഡാഡിയുടെ ഡൊണേഷന്റെ ഒരു പുഷിങ്ങും കൂടി ഉണ്ട് സാർ. ഓ, രണ്ടാളും ഇവിടുത്തെ വലിയ വിഐപീസ് ആണല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇന്ന് ഗോൾഡൻ ജൂബിലി ഡേ ആയതുകൊണ്ട് മേക്കപ്പിന് മറ്റേ എടുത്ത് വെച്ചതാ സാർ. ചെറുതായിട്ട് മീശ ഉള്ള ചിലര് ഹോസ്റ്റലിലുണ്ട് സാർ. അവർക്ക് ഡാൻസിനും മറ്റും മേക്കപ്പ് ചെയ്യാനായിട്ട്. ജോലി നന്നായിട്ട് മേക്കപ്പ് ചെയ്യുമല്ലേ? നന്നായിട്ടൊന്നുമില്ല സാർ. മൂക്കിലെ രാജ്യത്ത് മുറിമുക്കൻ രാജാവെന്ന് പറഞ്ഞ പോലെ ആർട്സ് ക്ലബ് സെക്രട്ടറി അല്ലേ, അതുകൊണ്ട്. നാർക്കോട്ടിക് സെല്ലിൽ 3 കൊല്ലം പയറ്റിത്തെളിഞ്ഞ് എന്നോട് കള്ളം പറയണ്ട. ട്രിവാൻഡ്രം എയർപോർട്ടിൽ 5 കോടിയുടെ ബ്രൗൺ ഷുഗറുമായി എത്തിയ മുഹമ്മദ് അൻസാരിയെ വെറും സ്മെല്ല് കൊണ്ട് കണ്ടുപിടിച്ച് കസ്റ്റഡിയിലെടുത്തവനാ ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ പോലീസ് നായയുടെ ആവശ്യമില്ലെന്ന ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ പേരും പറയുന്നത്. ഐ ഹാവ് മൈ ഓൺ സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, യു നോ. ഐ ആം ടു ഇന്റലിജന്റ്. ഇനി പറയൂ, രമേശിനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ സാർ. പറഞ്ഞില്ലല്ലോ. രമേശിനെ ഞങ്ങൾ എന്തിനാ സാർ ഒളിപ്പിക്കുന്നത്? ഇതാരെഴുതിയതാ? ഇവളുടെ പണിയാ. മനസ്സിൽ എന്തെങ്കിലും തോന്നിയാ എവിടെയാണെന്നൊന്നും നോക്കില്ല, കുത്തി വരയ്ക്കും. അതാ സ്വഭാവം. യെസ്, ഗസ്. നിങ്ങൾ എന്തിനു രമേശിനെ വിളിപ്പിക്കണം? സ്റ്റെഫി ഗ്രാഫ്, സാനിയ മിർസ നിങ്ങളുടെ ഫേവറേറ്റ്സ് ആണോ? അതെ സർ. ക്രിക്കറ്റ് കളിയൊക്കെ ഇഷ്ടമാണോ? അതെ. രമേശ് നല്ല ക്രിക്കറ്റ് പ്ലെയർ ആണല്ലേ? അതെ സർ. നിങ്ങൾക്ക് അവനോട് ആരാധനയാണല്ലേ? ഇല്ല സർ.
ആരാധന മൂത്തൊരു ക്രിമിനലിനെ ഒളിപ്പിച്ചാലുള്ള അവസ്ഥ അറിയാലോ. എന്താ സാർ? കോബ്ര. എന്തായടോ? കോളേജും ഹോസ്റ്റലും എല്ലാം സെർച്ച് ചെയ്തു സാർ. അവനെ കിട്ടിയിട്ടില്ല. സിറ്റിയിൽ ഇപ്പൊ പോലീസ് തിരയുന്നുണ്ട്. നാട് മുഴുവൻ മിനിസ്റ്ററുടെ പാർട്ടിക്കാർ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുക. കോവളത്ത് 3 ബസ്സുകൾ കല്ലെറിഞ്ഞ് തകർത്തിട്ടുണ്ട്. കൊല്ലത്ത് പോലീസ് ജീപ്പും കത്തിച്ചു. TV ചാനലുകാർ ആ ചെക്കൻ മിനിസ്റ്റർ എടുത്തിട്ട് തല്ലുന്നത് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുക. കരാറ്റെ പഠിച്ചത് കൊണ്ടാണ് അവന് ചാടി വീണ് ചവിട്ടാൻ പറ്റിയത്. ഈ മിനിസ്റ്റർ അല്പ കരാറ്റെ പഠിച്ചിരുന്നെങ്കിൽ അവന്റെ ഇടി കൊണ്ട് തെറിച്ച് വീഴില്ലായിരുന്നു. കുഴപ്പമായോ? ഇപ്പൊ മിനിസ്റ്റർക്ക് എങ്ങനെയുണ്ട് സാർ? കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരാളെയും കാണാൻ കൂട്ടാക്കുന്നില്ല. ഡോക്ടേഴ്സിനെ പോലും അലോ ചെയ്യുന്നില്ല. ആരും വേണ്ടെന്ന് പറയുന്നത്. ആകെ നാണക്കേടായില്ലേ? ആ MLA തങ്കപ്പനും PAയും കൂടി ആവി പിടിച്ചോണ്ടിരിക്കുക. തന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെന്ന് സമാധാനം എന്താ വെച്ചാൽ ബോധിപ്പിച്ചോ സാർ. കമ്മീഷണർ സാറേ, ഞങ്ങളുടെ മിനിസ്റ്ററെ തല്ലിയവനെ നിങ്ങൾ പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ പിടിക്കും. അവന്റെ അമ്മയെ മിനിസ്റ്റർ മാനം കടത്തി പറഞ്ഞല്ലേ നടക്കുന്നത്. അമ്മയുടെ മോന്റെ ശവം ഞങ്ങൾ കാണിക്കില്ല. എന്തിനാ സാറേ ഈ തൊപ്പി വെച്ചുകൊണ്ട് നടക്കുന്നത്? തൊപ്പിയും വെച്ച് നടക്കുന്നത് തന്റെ നേതാക്കന്മാര് പെണ്ണ് പിടിക്കാനും മറ്റു തെമ്മാടിത്തരത്തിനൊക്കെ പോകുമ്പോ എസ്കോട്ട് പോകാൻ. ഒന്ന് പോടോ. പാർട്ടി ടിക്കറ്റ് തരാം, MLA സ്ഥാനം തരാന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയി. നമുക്ക് ഈ ചുരണ്ടല് തന്നെ മിച്ചം. ഇത്തവണ സ്വർണം ഞാൻ ചുരണ്ടി എടുക്കും. ദാസപ്പൻ വളരെ ബിസിയാണെന്ന് തോന്നുന്നു. ഞാനിത് ചുരണ്ടിക്കൊണ്ടിരിക്കുക. ഖജനാവിന്ന് ആവശ്യത്തിന് ചുരണ്ടുന്നുണ്ടല്ലോ, അത് പോരെ? എന്ത്? അല്ല, സ്വർണത്തം പോലെ ചുരുണ്ടെന്ന കാര്യം സാർ ഉദ്ദേശിച്ചത്. 2 ചിഹ്നം കൂടി ഒത്തു വന്നിരുന്നെങ്കിൽ സ്വർണം ഉറപ്പായിരുന്നു. മിനിസ്റ്റർക്ക് ഞവരെ കിഴി, തനിക്ക് സ്വർണ്ണത്തം പോലെ. മിനിസ്റ്ററുടെ അണപ്പില് 2 പോയി എന്ന് കേട്ടത് ശരിയാണോ? അതിന് ഇനി സമയമുണ്ടല്ലോ, താൻ ബേജാറാവണ്ട. മിനിസ്റ്റർ അടിച്ചോ ആഞ്ഞടിച്ചോ, അതിനൊന്നും ഒരു കുറവുമില്ല. ഇടോ, നിങ്ങളെ തൊലിഞ്ഞ സല്യൂട്ടല്ലേ എനിക്ക് വേണ്ടത്. ആ റാസ്കലിനെ പിടിച്ചോ. അവനെ പിടിക്കാൻ വല വീശി കഴിഞ്ഞു സാർ. വിരിപ്പോലെ വിരിച്ച് കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങാട് നോക്കണോ, വീശി വലത് ഇങ്ങനെ അങ്ങ് എടുത്തിട്ടുണ്ടല്ല, വാട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ട് വീശണം. അങ്ങനെ വീശിട്ടുണ്ട്. മനസ്സിലായില്ലേ? തന്നെ ഊതിയതാടോ. കർത്താവിനാണോ ചോദിച്ചത്? കർമ്മം മറുപടി പറയണ്ട. മിനിസ്റ്റർ ഭയങ്കര ജോളിയാ. Shut up. ഇത്രയും വലിയ സന്നാഹങ്ങൾ ഉണ്ടായിട്ടും ഇത്തിരി പോകുന്ന ഒരു പീക്കിരി ചെക്കനെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. കൊമ്പൻ സ്രാവുകൾ എളുപ്പത്തിൽ വലയെ കൊടുക്കും, വരാലുകൾ പിടിതരില്ല, വഴുതി പോകും. പറഞ്ഞാൽ ശരിയല്ലടോ? അനുഭവസ്ഥനായ സാറ് പറയുമ്പോ ഞാൻ എങ്ങനെ എതിര് പറയും? എന്താ സാറത് ജനറൽ അല്ലാതെ പഴയ മീൻപിടുത്തമല്ല. ഇതും പിന്നല്ലാതെ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 24 മണിക്കൂറിനകം ആ തെമ്മാടിയെ പിടിച്ച് തലയടിച്ച് പൊട്ടിച്ചില്ലെങ്കിൽ ഈ മണിക്കൂറിന്റെ കണക്കൊക്കെ പറഞ്ഞു വരട്ടുന്നത് പഴയ രീതിയാണ് സാർ. പോലീസുകാർ അവരുടെ പണി ചെയ്യുന്നുണ്ട്. ഈ വിളിച്ചു വരുത്തിയ സമയം കൊണ്ട് തന്നെ അന്വേഷണം എത്രയോ മുമ്പോട്ട് പോകുമായിരുന്നു. വിത്ത് യുവർ പെർമിഷൻ സാർ. വിഘ്നേശ്വർ, കമാൺ. ഒന്ന് പോടും. ഒരു ഇടിയൻ കർത്ത. എന്തോന്ന് ഇടിയൻ? ഇവൻ ഇടിക്കാൻ പോയിട്ട് ഒരാളെ നുള്ളു പോലും ചെയ്തിട്ടില്ല. പിന്നെ ആരിവൻ ഈ പേരിട്ടത്? അതറിയത്തില്ലേ? ഇവന്റെ അച്ഛന്റെ പേര് ഇടിയൻ പാക്കരൻ, ഇവന്റെ അപ്പൂപ്പന്റെ പേര് ഇടിയൻ ചങ്കരൻ. അപ്പൊ കുടുംബം മുഴുവൻ പോലീസാ? എവിടെ പോലീസ്? അയ്യോ, അവലിടിയല്ലേ ഇവരുടെ കുലത്തൊഴില്. അതിലിളയവന്റെ പേര് ഇടിയൻ കർത്ത. അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇവനെയൊക്കെ സർവീസിന് ടെർമിനേറ്റ് ചെയ്യണം. തെറ്റിയല്ലേ? കറക്റ്റാടോ? ദൈവമേ, ഇന്ന് ഇടിവെട്ടി മഴ പെയ്യും. എന്നാ കടലിൽ മീൻ പിടിക്കാൻ പോണവരോട് സൂക്ഷിച്ചോണ്ടെന്ന് മൊബൈലിൽ വിളിച്ച് പറയട്ടാ. ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവമാണിത്. ആരാണ് ഈ സൊസൈറ്റി ഗോപാലട്ടൻ? ജന്മിത്വം കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി നിർഭയം പോരാടിയ മനുഷ്യൻ. സത്യത്തിൽ ഈ ചെമ്മണ്ണൂരിലെ പാർട്ടി സ്ഥാപകൻ. സൊസൈറ്റി പ്രസ്ഥാനങ്ങളിലൂടെ നിരവധി കർഷക സമരങ്ങളിലൂടെ പാർട്ടിക്ക് അടിത്തറയുണ്ടാക്കിയ ആ മനുഷ്യനെ അതേ പാർട്ടി തന്നെ ഇപ്പൊ പുറത്താക്കുമെന്ന് വെച്ചാൽ? അതും ഗോപാലൻ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോ. പാർട്ടി നിയോഗിച്ച കമ്മിറ്റിയുടെ അന്വേഷണത്തിൽ ആ തുക സൊസൈറ്റിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. അപ്പോൾ സൊസൈറ്റി ഗോപാലൻ ആ തുക ദുരുപയോഗം ചെയ്തു എന്നല്ലേ അർത്ഥം? പിന്നെന്തിനു നമ്മള് അദ്ദേഹത്തെ വെള്ളപൂശാൻ ശ്രമിക്കണം? ഗോപാലേട്ടനു വേണ്ടി ഈ തുക മറ്റാരെങ്കിലും ബാങ്കിൽ അടച്ചാൽ ഈ പുറത്താക്കൽ നടപടി ഒഴിവാക്കാൻ സാധിക്കില്ലേ? സമുന്നതനായ ഒരു നേതാവിനെ സംരക്ഷിക്കേണ്ട ചുമതല പാർട്ടിക്കില്ലേ? ഇത് പുറത്തറിഞ്ഞാൽ പാർട്ടിയുടെ ഇമേജ് എന്താകും? പാർട്ടിയുടെ ഇമേജ് വർദ്ധിക്കേ ഉള്ളൂ. തെറ്റാര് ചെയ്താലും പാർട്ടി അയാളെ ശിക്ഷിക്കും എന്ന സന്ദേശമാണ് ജനങ്ങൾക്ക് കിട്ടുക. ബാങ്കിലെ തുക ആരടയ്ക്കുന്ന പറയണത്? പുറത്താക്കൽ നടപടി നിർത്തിവെച്ചാൽ അതിനെപ്പറ്റി ആലോചിച്ചാൽ പോരെ? ചിലപ്പോ കുഞ്ഞുണ്ണി മുതലാളി സഹായിച്ചാൽ. പക്ഷേ ഫാക്ടറി പ്രശ്നത്തിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അതൊരു കാരണവശാലും നടക്കില്ല. സെക്രട്ടറി എന്ന നിലയിൽ ശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കാണ്. അദ്ദേഹത്തിന്റെ മകൻ എന്ന നിലയ്ക്ക് ആ കടബാധ്യതയും ഞാൻ ഏറ്റെടുക്കുന്നു. അങ്ങനെ നിനക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന തുകയാണോ മൂന്നത്? ഏറ്റെടുത്തല്ലേ പറ്റൂ.
പക്ഷെ കടം വീട്ടുന്നത് വരെ പാർട്ടി എനിക്ക് ലീവ് അനുവദിക്കണം. ബാങ്കിൽ നിന്ന് ഒരു സാവകാശം വാങ്ങി തരികയും വേണം. അങ്ങനെയാണെങ്കിൽ ഗോപാലൻ എന്തിനു പുറത്താക്കണം? ചെറുപ്പകാലം തൊട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എനിക്കറിയാവുന്നതുപോലെ ഗോപാലൻ ഇവിടെ ആർക്കും അറിയില്ല. പുറത്താക്കാൻ നടപടി അംഗീകരിക്കാൻ എനിക്കാവില്ല. അത് രാമണ്ണി മാഷിന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത് പാർട്ടിയുടെ തീരുമാനം. ദിവാര, പ്രമേയം വായിക്ക്. സഖാക്കളെ, പാർട്ടി നിശ്ചയിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമന പ്രകാരം സഖാവ് സൊസൈറ്റി ഗോപാലൻ എന്ന ചിറ്റെഴുത്ത് ഗോപാലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുവാൻ. ഗോപാലേട്ടൻ പോയി. നിങ്ങളുടെ പാർട്ടിക്ക് CID പണയുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാം. അതുകൊണ്ടാ ഫോണിൽ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഗോപാലേട്ടന്റെ ശവസംസ്കാര ചടങ്ങിന് പോയിരുന്നു. ഒരർത്ഥത്തിൽ ഗോപാലേട്ടന്റെ അസുഖവും തുടർന്നുണ്ടായ മരണമാണല്ലോ കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കിയത്. പറയേ, എങ്ങനെയാ നിങ്ങളിത് ഒപ്പിച്ചത്? സൊസൈറ്റിക്ക് വേണ്ടി ഒരു എമൗണ്ട് ലോൺ എടുത്തപ്പോ ഗോപാലേട്ടൻ ഒപ്പിട്ട ഒരു ബ്ലാങ്ക് ചെക്ക് സെക്യൂരിറ്റി എന്ന നിലക്ക് വാങ്ങി സൂക്ഷിച്ചിരുന്നു. അതിലൊരു 20 ലക്ഷം രൂപ എഴുതി പണം ഡ്രോ ചെയ്തു. കണ്ടുപിടിച്ച അകത്താവുന്ന കേസാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും എന്നെ കൈവിടില്ല എന്നുള്ള. കൊള്ളാം. എന്നെ കടിച്ചു കൊല്ലാൻ നോക്കിയ കരിമൂർഖന്റെ പത്തി ചതച്ചരച്ച് ചമ്മന്തിയാക്കിയ തന്നെ കൈവിടാനോ? അപ്പൊ ഇനി എന്താ പരിപാടി? കരുതലോടെ നീങ്ങണം. ചിലതൊക്കെ മനസ്സിലുണ്ട്. ഒക്കെ ഞാൻ അപ്പൊ പറയിക്കാം. എനിക്ക് അടിയന്തരമായി തിരുവനന്തപുരത്ത്. ആരുടെ അടിയന്തരം? അവിടെ സ്റ്റേറ്റ് കമ്മിറ്റി നടക്കുക. ഞാൻ ചെന്നിട്ട് വിളിക്കാം. ഓക്കെ. എന്താ മുകുന്ദേട്ടാ ഇത്? ഇവിടെ തന്നെ ഒരേ ഇരിപ്പാണ്. വൈകുന്നേരം ജംഗ്ഷനിലോട്ട് വരാനിരുന്നതാണ്. നാളെ മുതൽ ചായക്കട തുറക്കണം. 2-3 ദിവസമായിട്ട് മുകുന്ദന്റെ കാര്യം തന്നെ ഞങ്ങൾ ആലോചിച്ചത്. ചില്ലറ ഭാരമാണോ തലയിലെടുത്ത് വെച്ചത്? 20 ലക്ഷത്തിന്റെ ബാധ്യതയല്ലേ. എത്ര കാലം പരിപ്പോടെയും ചായയും വിറ്റാലാ 20 ലക്ഷത്തിന്റെ കടം വീട്ടാൻ പറ്റുക? അത് പ്രായോഗികമാണോ? എനിക്ക് വേറൊരു പണിയും അറിയില്ലല്ലോ. അല്ലെ പിന്നെ കിളക്കാനോ തെങ്ങ് കയറാനോ പോണം. തെങ്ങ് കയറിയാൽ നല്ല തഴമ്പുണ്ടാവുന്നല്ലാതെ ഇത്രയും പണം എങ്ങനെ ഉണ്ടാക്കാനാ? എല്ലാ വശങ്ങളും ഞങ്ങൾ ആലോചിച്ചു മുകുന്ദ. ജില്ലാ കമ്മിറ്റിക്കും മുകുന്ദന്റെ കാര്യത്തിൽ ആശങ്കയുണ്ട്. മുകുന്ദന് കടം കയറി നിക്കക്കളി ഇല്ലാതായാൽ പാർട്ടിക്കല്ലേ അതിന് ക്ഷീണം. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുക. എന്ത് തീരുമാനം? മുകുന്ദേട്ടൻ എന്തായാലും പാർട്ടിയിൽ നിന്ന് ലീവ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ. ആ സമയം എന്ന് വെച്ചാ 2-3 കൊല്ലം ദുബായ് പോയി ജോലി ചെയ്തൂടെ? ഐസ് മിഠായി വിറ്റ് നടന്നിരുന്ന കുമാരൻ, കൂലിപ്പണിക്കാരൻ വാസു, ആശാരി ബാലൻ, അങ്ങനെ എത്ര പേരാ ഗൾഫിൽ പോയി ലക്ഷപ്രഭുക്കളായത്? എന്നെ ഒരു ലക്ഷപ്രഭു ആക്കാനാണോ പാർട്ടിയുടെ തീരുമാനം? ലക്ഷങ്ങളുടെ കടം വന്നാൽ അത് വീട്ടാൻ ലക്ഷങ്ങൾ തന്നെ വേണ്ടേ? മറ്റാരെങ്കിലും സഹായിക്കാമെന്ന് വെച്ചാൽ അത് മുകുന്ദന് സമ്മതമല്ല. എന്തായാലും ചായക്കട നടത്തി ഈ കടം വീട്ടാമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കണ്ട. ദുബായ് എന്ന് പറയുമ്പോ ഞാൻ വേണേ ക്യൂബയിലോ ചൈനയിലോ പോകാം. ക്യൂബയും ചൈനയും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ തന്നെ. പക്ഷെ ഒരു വിദേശിക്ക് ജോലി കൊടുക്കാനുള്ള വകുപ്പൊന്നും അവിടെ ഇല്ല. അഥവാ ജോലി കിട്ടിയാൽ തന്നെ നല്ല ശമ്പളം കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ക്യൂബയ്ക്കില്ല. ആര് പറഞ്ഞു? ഫീഡൽ കാസ്ട്രോ. മൂപ്പര് നിരന്തരമായി അമേരിക്കയുമായി സംഘർഷത്തിലായതുകൊണ്ട് അവിടെ സ്ഥിതിയൊക്കെ അല്പം മോശം. നല്ലതുപോലെ ചിന്തിച്ചിട്ടാ മുകുന്ദേട്ടാ ഞങ്ങൾ പറയുന്നത്. കരുണേട്ടൻ അനുദ്രവൻ സിദ്ധാർത്ഥൻ ദുബായിലുണ്ട്. അവൻ മുഖേന ഒരു വിസ സംഘടിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല. ജില്ലാ കമ്മിറ്റി പറയുന്നത് മുകുന്ദനെ പോലെയുള്ള ഒരു നേതാവിന്റെ ആവശ്യം ഇപ്പൊ ദുബായിലുണ്ടെന്നാ. ആയിരക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ. അവർക്ക് പ്രശ്നങ്ങളുണ്ട്. അവർ സംഘടിതരല്ല. മുകുന്ദന് അവർക്കിടയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. പ്രവാസികൾക്ക് വോട്ടവകാശം ലഭ്യമാക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണല്ലോ. അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ വഴിയിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ്. മുകുന്ദനൊന്നും അറിയണ്ട. എല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം. ദുബായിക്ക് പോകാൻ മാനസികമായി തയ്യാറെടുക്കുക. അത്രേ മുകുന്ദൻ ചെയ്യേണ്ടതുള്ളൂ. ബസ് വരുന്നുണ്ട്. വിഷമിക്കണ്ട. ഇതൊരു സ്ഥലം മാറ്റായിട്ട് കരുതിയാൽ മതി. മാറാത്തതൊന്നേ ഉള്ളൂ മാറ്റം എന്ന് മാർസ് പറഞ്ഞിട്ടുണ്ടല്ലോ.
കടബാധ്യത തീർക്കാനാണെങ്കിലും അവിടുത്തെ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കാനാണല്ലോ ഞാൻ പോകുന്നത്. ലാൽ സലാം. അഭിവാദ്യങ്ങൾ